നല്ലൊരു മഴയായിരുന്നു. മഴ മാറി ജസ്റ്റ് വെയിൽ തെളിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പുറത്തിറങ്ങി. നമുക്ക് മാൾ റോഡിലെ ഒരു സൈഡിലോട്ട് നമ്മൾ പോകുള്ളൂ. ഷിംലയുടെ ഒരു സൈഡിലോട്ട് നമ്മൾ പോകുള്ളൂ. ഷിംലയുടെ വേറൊരു സൈഡിലോട്ട് പോകാൻ ബാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് ആ വഴി ഒന്ന് പോയിട്ട് വരാം. അപ്പം ജസ്റ്റ് ചായ കുടിച്ചിട്ട് നമുക്ക് ആ വഴിക്ക് പോകാം. അത് ഇന്ന് നല്ല കാലാവസ്ഥയാണ്. അപ്പം വൈകുന്നേരം നൈറ്റ് വ്യൂ ഷിംലയുടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ വൈകുന്നേരം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കാലാവസ്ഥയായി. കാണുന്നത് CBIയുടെ ബിൽഡിംഗാണ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, സൂപ്രണ്ട് പോലീസ്, ആൻറ്റി കറപ്ഷൻ ബ്രാഞ്ച്. അതിൻ്റെ ബിൽഡിംഗാണ് ഷിംലയിൽ മെയിൻ ബ്രാഞ്ചായി കാണുന്നത് കേട്ടോ. നമുക്കേതായാലും ഈ വഴിയൊന്ന് നടന്നിട്ട് വരാം. ഇവിടെ കാണാൻ നല്ല രസമല്ലേ ഈ ഒരു വഴിയുടെ സൈഡിലുള്ള മരങ്ങൾ. താഴെ കാണുന്ന നല്ല ഹോട്ടലാട്ടോ. നമ്മളിങ്ങോട്ട് താഴോട്ട് ഒത്തിരി നടന്നു കേട്ടോ. കുറച്ചും നടന്നെത്തി കഴിഞ്ഞപ്പം ഇവിടെ എല്ലായിടത്തും എന്നാ പറയണ്ടേ, ഇരിക്കാനുള്ള സ്ഥലം ഇതുണ്ട്. നല്ല വ്യൂ ഉള്ള പോയിൻറ്റ്സുകളെല്ലാം ഇരിക്കാൻ വേണ്ടിയുള്ള നല്ല ബെഞ്ചുകളുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബെഞ്ചുകൾ കേട്ടോ. ഇവിടെ ഇത് SSB സശസ്ത്ര സീമാബൽ ആർമിയുടെയാണ്. ഏതായാലും ഇങ്ങോട്ട് ഇങ്ങനെ നടക്കാൻ ഒത്തിരി ഉണ്ട്, നടക്കാനാണെങ്കിൽ. അപ്പം നമുക്ക് നേരെ ടൗണിലേക്ക് തന്നെ തിരിച്ച് നടക്കാം. വൈകുന്നേരം സമയം 7 മണിയാവുന്നു കേട്ടോ. മാർക്കറ്റ് റോഡ് മൊത്തം തിരക്കായിട്ട് വരുന്നു 7 മണിയാവത്തേക്കും. നമ്മൾ രാവിലെ ഈ വഴി ഇവിടെ വരെ എത്തില്ലായിരുന്നു. ഇത് മുകളിലാണ്, ഈ വഴിയുടെ മുകളിലാണ് ചർച്ച ഉള്ളത്. ഇത് ചർച്ച താഴെയുള്ള വഴി കേട്ടോ. വൈകുന്നേരം ഭയങ്കര നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ. സൺസെറ്റ് എല്ലാം കഴിഞ്ഞെങ്കിലും എന്നാ പറയണ്ടേ, നല്ല വെട്ടമുണ്ട്. അതുകൊണ്ട് 7 മണിയായെന്ന് പറയില്ല കേട്ടോ. നമ്മൾ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ 7 മണിയായെന്ന് പറയുമോ? ഉണ്ട് ഇവിടെ നല്ല ഇരിക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ട്. പക്ഷേ ആരും ഇവിടെ ഇരിക്കാറില്ല. എല്ലാവരും റോട്ടിക്കൂടെയുള്ള നടപ്പാണ്. ഈ ഒരു ടീം മൊത്തം മലയാളീസ് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന ഒരു ലിഫ്റ്റ് കേട്ടോ, ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് ഒരു ലിഫ്റ്റാണ്. അതായത് മാൾ റോഡിൽ നിന്ന് നേരെ താഴെ കാട്ട് റോഡിലേക്ക്, താഴെയുള്ള വലിയ ബസ് സ്റ്റാൻഡ് ഒക്കെ പോകുന്നുള്ള വഴിയാണ്, പുതിയ ബസ് സ്റ്റാൻഡ് പോകുന്ന വഴിയാണ്. അങ്ങോട്ടുള്ള ഒരു ലിഫ്റ്റ് കേട്ടോ. 8 നില ബിൽഡിങ് നേരെ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നേരെ ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ താഴെ എത്താം. അപ്പോൾ ഇതാണ് ആ വഴി, നേരെ മാൾ റോഡിൽ നിന്ന് കാട്ട് റോഡിലേക്കുള്ള വഴി കേട്ടോ. ഇവിടുന്ന് കണ്ടോ, നേരെ മുന്നിൽ കാണുന്ന മൊത്തം ഷിംല സിറ്റി ടൗൺ കേട്ടോ. ഏതോ ഒരു VIP ടീം കേട്ടോ. മൊത്തം ആർമിയും മിലിറ്ററിയും പോലീസൊക്കെ ആയിട്ട്, ഗൺമാനൊക്കെ ആയിട്ട് ഒരു 10 പേരുണ്ട്. അതൊരു ഹോട്ടൽ കേട്ടോ. ഹോട്ടലിൻ്റെ പുറകിലെ ബാക്ക്ഗ്രൗണ്ട് ഷിംല സിറ്റി. ഇതിൽ അലൗഡല്ല നമുക്ക് പോകാൻ, പക്ഷേ നല്ല വ്യൂ കേട്ടോ. ഈവനിങ് എന്നാ പറയണ്ടേ, സൂപ്പർ. ബെഞ്ചിൽ ഇവന്മാർ കയറി കിടക്കുക. അമ്മമാർക്ക് ഒരു ബെഞ്ച്, രണ്ടാമമാർക്കും കൂടെ ഒരു ബെഞ്ച്. ഇങ്ങനെ ഷിംല രാത്രിയായി കേട്ടോ. കുറേ നേരം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇരിക്കാൻ പറ്റിയ പ്ലേസ് ആയിരുന്നു. സമയം ഏകദേശം 8 മണി കഴിഞ്ഞ്. ചെറിയൊരു തണുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓരോ യാത്രയിലെ ഏറ്റവും സുഖമുള്ള സംഭവം അറിയാമോ? വൈകുന്നേരം ഒരു 6-7 മണിയാകുമ്പോൾ ഇതുപോലെ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കണം. നല്ല സുഖമുള്ള ഒരു പരിപാടി കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ജാക്കറ്റ് ഇട്ടെങ്കിലും നല്ല തണുത്ത് കാറ്റുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെയും നമ്മൾ വട്ടം കറങ്ങി ഇതാ രാവിലെ എത്തിയ അതേ ക്രൈസ്റ്റ് ചർച്ച് പള്ളിയുടെ മുന്നിലെത്തി കേട്ടോ. രാത്രി ഈ പള്ളിയോടെ കാണാൻ നല്ല രസമല്ലേ. ഇവിടുന്ന് കണ്ടില്ലേ നമ്മൾ ഷിംല കാണാൻ നല്ല രസമല്ലേ. ഈ മഴ പെയ്ത വെള്ളത്തിൽ കണ്ടോ, ഈ ചർച്ച് കാണാൻ നല്ല രസമല്ലേ. നമുക്കിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാവേ.
ഇത് ഈ മഴ പെയ്ത വെള്ളത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ ആട്ടോ. ഫാദർ ഓഫ് നേഷൻ എന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് 1921 കണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫ്രീഡം ഫൈറ്റിൻ്റെ സമയത്ത് ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. അങ്ങനെ ഒരു ചരിത്ര ഉള്ള ഒരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ കുറേ കുതിരകളുണ്ട്. കുതിരകൾ റൈഡ് വേണ്ടവർക്ക് ഈ പള്ളിയുടെ മുറ്റത്ത് ഇവിടെ റൈഡ് ചെയ്യാം. നല്ല എടുപ്പാട്ടോ നടുക്കിക്കുന്നതിൻ്റെ. ഇത് ആക്ച്വലി മാർക്കറ്റ് റോഡാണ്. മാർക്കറ്റ് റോഡുമാണ്. പിന്നെ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലെത്തും. ഒരു സൈഡ് മൊത്തം റോഡ്, താഴോട്ട് സൈഡിലോട്ട് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇത് ഷിംല എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലുമാണ്. പിന്നെ ഒത്തിരി ആർമിയുടെ പ്രസൻസ് ഉള്ള പ്ലേസ് ആട്ടോ. അതുകൊണ്ട് ഒത്തിരി ആർമി സോൾജേഴ്സ് എപ്പോഴും നമുക്ക് റോട്ടിൽ കാണാം. നമ്മൾ രാവിലെ ഒരു സാധനം കണ്ടായിരുന്നു. ഇത് ഒന്ന് കഴിച്ചു നോക്കണം. भाई इसका कैसे प्लेट दे रहा है? ये सोयाबीन का क्या बोला? ये सॉस स्टिक है सर, तुर्की। ये कैसे दे रहा है? ये 7 रुपये प्लेट रोल। इसका साथ क्या मिलेगा? इसके साथ 3 तरह की चटनी होगी सर। एक प्लेट दे दो. നല്ല മുളക് ചമ്മന്തി ഉണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണേ. സമയം 9 മണി കഴിഞ്ഞു കേട്ടോ. 9:30 കണ്ട. ഈ മാൾ റോഡും ചർച്ചിൻ്റെ എവിടെയും എപ്പോഴും നല്ല എന്താ പറയണ്ടേ തിരക്കാണ്. രാത്രി കാണാൻ സൂപ്പറല്ലേ. ഇവിടുന്ന് പള്ളിയുടെ പുറകിൽ അങ്ങ് കാണുന്ന ഒരു സ്റ്റാച്ചു, ഒരമ്പലം. അങ്ങനെ സമയം 10:30 കേട്ടോ. എക്സാക്ട്ലി 10:30. ഇവിടെ ഇപ്പോഴും ഈ കറങ്ങാൻ വന്നവർക്ക് ഇങ്ങനെ നടപ്പുണ്ട്. നല്ല തണുപ്പായി, നല്ല തണുപ്പ്. അതുകൊണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇനി നാളെ രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് രാവിലെ ഒരു 8 മണിക്ക് കൊടുത്തൊരു ബസ്സുണ്ട് മണാലിക്ക്. അപ്പോൾ ബസ് പിടിക്കണം. 8 മണിക്കത്തെ ബസ് പിടിക്കണം. ഇവിടുന്ന് ഷിംല ടു മണാലി ഓൾമോസ്റ്റ് 8-9 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 8 മണിക്ക് ബസ് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് മണാലി എത്തും. അപ്പം ഇപ്പം നേരെ ഇനി റൂമിലേക്ക് പോയിട്ട് പിന്നെ പാക്ക് ചെയ്യുക, കടന്നുറങ്ങുക. നാളെ രാവിലെ അപ്പം മണാലിയിലേക്ക്. അതാണ് പ്ലാന്. അപ്പോൾ രാവിലെ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകും കേട്ടോ. ഓൾഡ് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ISBT ന്യൂ ബസ് സ്റ്റാൻഡുണ്ട്. ന്യൂ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സിന് പോകണം. ഈ ISBT ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് മണാലിക്ക് ബസ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ രാവിലെ ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം കേട്ടോ. ഇതാണ് ഷിംലയിലെ പുതിയ ബസ് സ്റ്റാൻഡ്. നമുക്കിവിടുന്ന് ഇനി മണാലിയിലേക്ക് പോകണം. ബസ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എൻ്റെ മോളിൽ പോയി ടിക്കറ്റ് എടുക്കണം. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ. 2 നിലയായിട്ടാണ് ബസ് സ്റ്റാൻഡ്. ഈ ഷിംല ബസ് സ്റ്റാൻഡിൻ്റെ താഴത്തെ നില എന്ന് പറഞ്ഞാൽ ലോക്കൽ ബസ്സാട്ടോ. മോളിലാണ് ലോങ് പോകുന്ന വണ്ടികളുള്ളത്. അത് ചണ്ഡീഗഡ്, പിന്നെ മണാലി, അങ്ങനെ ലോങ് പോകുന്ന വണ്ടികളെല്ലാം ഇതിൻ്റെ മുകളിലത്തെ നിലയിലുള്ളത്. ഇതിന് ഒരു ഗ്രൗണ്ട് ഫ്ലോർ കൂടെ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ ബസ് തന്നെ പോകുന്നത് നമ്മൾ കണ്ടില്ല, പക്ഷേ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഈ ബസ് സ്റ്റാൻഡ് താഴോട്ട് കണ്ടോ, നല്ല രസമില്ല കാണാൻ. സമയം 8 മണിയായിട്ടോ. വണ്ടി വിളിച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മണാലി എത്തുമ്പോൾ 5:30 ആവും. 9.5 മണിക്കൂറുള്ള യാത്രയാട്ടോ. 9.5 മണിക്കൂർ
260 കിലോമീറ്ററേ ഉള്ളൂ മണാലി ഷിംല. പക്ഷേ 260 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തം ഹില്ലായതുകൊണ്ട്, ഹിമാലയമുണ്ട്, വളഞ്ഞുള്ള വഴിയായതുകൊണ്ട് വണ്ടി മെല്ലെ പോകും. അപ്പോൾ ഞാനിനി മണാലിയിലേക്ക്